മാറി ഇതാണ് ഇതൊരു ലീക്കേജ് ഉള്ള കുറ്റിയാണ്. അപ്പോൾ ലീക്കേജ് ഉള്ള കുറ്റിയൊക്കെ നമ്മുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ കൊണ്ടുവന്ന് കളയാൻ പാടില്ല. നോർമലി നമ്മുടെ വീട്ടിലേക്ക് ഗ്യാസ് വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് കുറ്റിക്ക് ലീക്കേജ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ഒരു മാർഗ്ഗം ഉപയോഗിക്കാം. കുറച്ച് സോപ്പ് പൊടി കലക്കിയിട്ട് ആണ് ഇതിനകത്ത് ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും ഈ കുറ്റിക്ക് ലീക്കേജ് ഉണ്ടോ എന്നുള്ളത്. അവിടെ ഈ കുറ്റിക്ക് ലീക്കേജ് ഉണ്ട്. അവിടെ കണ്ടോ, കുമിള വരുന്നുണ്ടെങ്കിൽ ഈ കുറ്റിക്ക് ലീക്കേജ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ലീക്കേജ് ഉണ്ടെങ്കിൽ ഇത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഈ പേന കൊണ്ട് ഈ ഒരു ലീക്കേജ് പരിഹരിക്കാം. നോർമലി ഒരു കുറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 3-4 മാസം നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഈ ലീക്കേജ് ഉള്ള കുറ്റി 1-2 മാസം കൊണ്ട് കാലിയാവും. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത് കണ്ടോ, ഈ ഒരു കുറ്റി അറ്റത്തൊരു നിബ്ബുണ്ട്. ഈ നിബ്ബ് ഈ പേന കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി വിടുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒന്ന് ഞെക്കി വിടുക എന്നുള്ളതാണ്. ഈ ഒരു പോയിന്റിന്, ഈ ഒരു പിൻ പോയിന്റിൻ്റെ സിറ്റിംഗ് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു ലീക്കേജ് ഉണ്ടാകും. നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ ഒന്ന് ഒഴിച്ച് നോക്കാം ലീക്കേജ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ വീണ്ടും ഇതിനകത്തോട്ട് ഈ വെള്ളം ഒഴിച്ച സമയത്ത് ഇതിന് ലീക്കേജ് പോയതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി വരും. അങ്ങനെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഈ പറയും പോലെ ഈ ഒരു ലീക്കേജ് പരിഹരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ചെറിയൊരു അറിവാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഷെയർ ചെയ്തു.